ഇപ്പൊ എല്ലാവർക്കും ഇവന് ആവശ്യമുണ്ടല്ലേ? വേറെ ആരുമല്ല, ടൈം. അസറൈമൻ നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന രണ്ട് മികച്ച യുവതാരങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു അടിപൊളി ഗോൾ നേടി ഞാനൊരു വീഡിയോ ചെയ്തു. പക്ഷേ എൻ്റെ കമന്റ് ബോക്സിൽ വന്നത് കംപ്ലീറ്റ് ലക്ഷദ്വീപ് കേരളയുടെ ഇന്ത്യ വിട്ടിട്ട് ലക്ഷദ്വീപ് കേരള. എനിക്ക് മനസ്സിലാവുന്നില്ല, അവൻ കേരളത്തിലാണ്. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, അവൻ കളിക്കുന്നത് കേരളത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നിട്ടാണ് അവൻ ഈ ഒരു ലെവലിൽ എത്തിയതെന്നും മനസ്സിലാക്കണം. അതുപോലെ ഇന്ത്യക്ക് കളിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ അഭിമാനം വേറെ ഇല്ല നമുക്ക്. അവന് തന്നെ പ്രൗഡ്, നിങ്ങൾക്ക് തന്നെ ലക്ഷദ്വീപുകാർക്ക് തന്നെ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യം മൊമെന്റ് തന്നെയാണ് ഈ പറഞ്ഞ നിങ്ങളുടെ അവിടുത്തെ ഒരു രണ്ട് പയ്യന്മാർ ഇത്രയും ലെവലിൽ പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാടിന് തന്നെ അന്തസ്സാണ്, അഭിമാനം കൊള്ളാവുന്ന വരെ. ഇതൊക്കെ ശരിയാണ്, നിങ്ങൾ കമന്റ് ഇട്ടത് ശരിയാണ്. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, അവരൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരുടെ വായിൽ നിന്നും അവർ പക്വതയില്ലാത്ത പ്രായം എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ടൈമിൽ അറിയാണ്ട് വീണ് പോയതിന് നിങ്ങൾ അവരെ ക്രൂശിച്ചത്, നിങ്ങൾ ഉണ്ടാക്കിയ ഇഷ്യൂസ്, അതായത് ആ ഒഫീഷ്യൽ പേജിൽ പോലും ലക്ഷദ്വീപിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്നൊക്കെ എന്തൊക്കെ കമന്റുകളായിരുന്നു, എന്തൊക്കെ പരിഹാസങ്ങളായിരുന്നു, എന്തൊക്കെ അവരെ പറയാൻ പറ്റുന്നതിന് മാക്സിമം. നമ്മൾ ഒരാൾ ഉയർച്ചയിൽ മാത്രമല്ല, താഴെയും പൊങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും അവരൊന്ന് സഹായിക്കണം, അവരൊന്ന് താങ്ങണം. അതാണ് ഒരു നാട്ടുകാരും ഒരു നമ്മളൊക്കെ കേട്ട് വളർന്ന ലക്ഷദ്വീപ് അത്രയും ലക്ഷദ്വീപുകാരുണ്ടല്ലോ. മറ്റുള്ളവർ സ്വീകരിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ അവരെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പോകാനായിരുന്നു കൊതിക്കുന്നു. ഞാനിത് പറയുന്നല്ല, പറയിപ്പിച്ച് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ആ കമന്റുകൾ കണ്ടപ്പോൾ പല ആൾക്കാരും പലവരും അടുത്ത് ചോദിച്ചു, ഇതൊന്നും ഇങ്ങനെ കമന്റ് ഇടുന്നത് അവൻ കേരളത്തിലുള്ളതല്ലേ? നമ്മൾ തരംതിരിച്ചാണ്ടല്ല, ലക്ഷദ്വീപാണെങ്കിലും കേരളത്തിലുള്ള വ്യക്തി, കേരളം തന്നെയാണ്, ഇന്ത്യയിലുള്ള തന്നെയാണ്. ആ ഒരു ബേസിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഞാനിത് ആലോചിച്ചിരുന്നു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ പിന്നീട് കത്തിയത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയാനുള്ള. എന്നോട് വിരോധം തോന്നരുത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പല ആളുടെയും സംശയമാണിത്.